ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുക, ജയിലിലാക്കപ്പെടുക, എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും അഭിമുഖീകരിക്കുക. ഏറ്റവും ഒടുവിൽ ഇതെല്ലാം വ്യാജമായ പരാതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരി തന്നെ രംഗത്ത് വരിക. അങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെടുക കോടതിയിൽ നിന്ന്. ഈ കഴിഞ്ഞ 7 വർഷക്കാലം ഒരു മനുഷ്യൻ അനുഭവിച്ച ഈ ഒരു പരാതിയുടെ പേരിലുമൊക്കെ അനുഭവിച്ച ആരോപണങ്ങളുടെ പേരിൽ അനുഭവിച്ചത് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ്. അതറിയാൻ, അത് പറയാൻ എന്നോടൊപ്പം ചേരുന്നുണ്ട് ആയാങ്കുടി സ്വദേശിയായ ജോമോൻ. അദ്ദേഹം കഴിഞ്ഞ 7 വർഷമായി ഇങ്ങനെ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു, ഒടുവിൽ ആ പെൺകുട്ടി തന്നെ താൻ പറഞ്ഞത് വ്യാജമാണ് എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത്? ഞാൻ 2015 കുറുപ്പന്തറയിൽ സെൻറ്റ് സേവിയേഴ്സ് പാരാമെഡിക്കൽ എന്ന സ്ഥാപനം നടത്തുകയായിരുന്നു. ആ സ്ഥാപനത്തിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് നിരവധി കുട്ടികൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചിരുന്നു. ആ കുട്ടികൾക്ക് പഠനത്തിന് ശേഷം പ്രാക്ടീസും ജോലിയും നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെ പഠിച്ച ബാച്ചിലെ ഒരു കുട്ടി മഹാരാഷ്ട്രയിൽ പ്രാക്ടീസ് ചെയ്യുകയും അവിടുന്ന് തിരിച്ചു വരുമ്പോൾ 2017 വേറൊരു വ്യക്തിയുടെ പ്രേരണ പ്രകാരം എൻ്റെ പേരിൽ കേസ് ആരോപിക്കുകയുമായിരുന്നു. ഒരു ദിവസം ആ വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് പൈസ തരണം, നീ കൊണ്ടുപോകുന്ന എല്ലാ പെൺകുട്ടിയല്ല വേറൊരാൾ എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ കൊണ്ടുപോകുന്ന എല്ലാ കുട്ടികളെയും പീഡിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നോട് പൈസ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ 1 രൂപ പോലും തരികയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ നിരന്തരം 2-3 തവണ ഫോണായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആ ഫോണുകൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ആ ഫോണിൽ റെക്കോർഡ് ചെയ്തത് ഇന്നും ഞാൻ CD-യിൽ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഫോൺ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നുണ്ട്. പിന്നീട് അതിനുശേഷമാണ് പെൺകുട്ടി പരാതി പറയുന്നത്. അതിനുശേഷമാണ് പെൺകുട്ടി പരാതി പറയുന്നത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ വീട്ടിൽ വരികയും സാധാരണ ഡ്രസ്സിൽ വരികയും ഒപ്പം CIയും ഉണ്ടായിരുന്നു. എന്നോട് പറയുന്ന, ഒരു കുട്ടിയെ ജോലിക്ക് വിടണം എന്ന് പറഞ്ഞ് എൻ്റെ കൈക്ക് കയറി പിടിക്കുകയും CIയും കൂടി എന്നെ വീടിൻ്റെ ഇവിടെ നിന്നും 1.5 കിലോമീറ്ററും വഴി നടത്തിക്കൊണ്ടുപോയി. എൻ്റെ വീട് ഒരു കോളനിയുടെ അറ്റത്താണ്. അതിൻ്റെ മധ്യത്തിലൂടെ എന്നെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോയി. അപ്പോൾ നിരവധി ആളുകൾ അത് കാണാനിടയാകുകയും പെട്ടെന്ന് കാര്യം എന്താണെന്ന് എല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ചിന്താഗതി നടത്തി 1.5 കിലോമീറ്ററിന് ശേഷമാണ് അവരെന്നെ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അന്നേരം പറഞ്ഞില്ല ഇത് പീഡന പരാതിയാണെന്നൊന്നും പറഞ്ഞില്ല? അങ്ങനെ ഒന്നും പറയുന്നില്ല. എന്നെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന വഴിക്ക് കുറച്ച് തെറികളും അസഭ്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവർ. എന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട്, അവിടെ നിർത്തിയിട്ട് എനിക്കിട്ടും തല്ലുകയും ചെയ്തു. അതിനുശേഷം അവർ പറയുന്നത് ഇതാണ്, അവിടെ വെച്ചിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ മൊഴി എടുത്തുകൊണ്ടെന്ന് രാത്രി ഒരു 11 മണിയോടുകൂടി എന്നെ തിരിച്ചു വിടുന്നുണ്ട്. ഞാൻ വീട്ടിൽ വന്നു. വീണ്ടും 4-5 ദിവസത്തിന് ശേഷം വീണ്ടും എനിക്കൊരു ഫോൺ വരുന്നു. എന്നെ വിളിക്കുന്നു, ഇവിടം വരെ ഒന്ന് വരാമോ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ചെന്ന് അത് ഒരു വെള്ളിയാഴ്ച ദിവസം. അന്ന് അറസ്റ്റ് ചെയ്യുകയാണോ ചെയ്തത്, അതോ അന്ന് വിട്ടോ? അന്ന് അറസ്റ്റ് ചെയ്തൊന്നുമില്ല. അന്ന് വൈകിട്ട് തന്നെ എന്നെ തിരിച്ചു വിട്ടിരുന്നു. എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞ് എന്നെ വിട്ടിരുന്നു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ്, ഞങ്ങൾ വിളിക്കുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് വന്നേക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ വന്നേക്കാമെന്നും പറഞ്ഞു. അങ്ങനെ പോന്നു. അങ്ങനെ പോന്നതിന് ശേഷം എന്നോട് ഒരു വെള്ളിയാഴ്ച എന്നെ രാവിലെ വിളിച്ചിട്ട് പറയുന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, ഇവിടം വരെ ഒന്ന് വരാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പോകുമ്പോൾ എന്നെ നേരെ സാധാരണ ഒരു ഇൻഡിക്ക കാറിൽ കയറ്റി എന്നെ CIയുടെ ഓഫീസിൽ കൊണ്ടിരുത്തുകയും വൈകുന്നേരം ആയപ്പോൾ താഴെ അത് CI ഓഫീസ് അടയ്ക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ മാറ്റുകയും ചെയ്തു. അങ്ങനെ അന്ന് വെള്ളിയാഴ്ച വൈകിട്ടും ഞാൻ അവിടെ കിടന്നു. ശനിയാഴ്ച വൈകിട്ടും അവിടെ കിടന്നു. ഞായറാഴ്ച വൈകിട്ടും കിടന്നു. തിങ്കളാഴ്ചയാണ് എന്നെ കോടതിയിൽ ഹാജരാക്കുന്നത്. ശരിക്കും അന്ന് വെള്ളിയാഴ്ച കിടന്നത് വീട്ടുകാരൊന്നും അന്വേഷിച്ചില്ല? വീട്ടുകാരെല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. ജനങ്ങളെല്ലാം ഓടി വരുന്നുണ്ട്, വട്ടത്തിൽ വരുന്നുണ്ട്. പിന്നെ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിലും വാർത്തകൾ വന്നിരുന്നു. പത്രങ്ങളിൽ ഞാൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് നിരവധി പത്രങ്ങളിൽ വാർത്ത, ഫേസ്ബുക്കിൽ വാർത്ത, അതുപോലെ വാട്സപ്പ് വഴി വാർത്തകൾ ഇങ്ങനെ എല്ലാം പ്രചരിച്ചിരുന്നു ശരിക്കും. അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പരാതി കൊടുക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് വനിതാ സെല്ലിൽ പരാതി കൊടുത്തതായിട്ട് അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നെ ഓൾറെഡി വെള്ളിയാഴ്ച തന്നെ അവർ പിടിച്ചു വച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അറസ്റ്റ് രേഖപ്പെടുത്തി തിങ്കളാഴ്ചയാണ് എന്നെ കോടതിയിൽ ഹാജരാക്കി എന്നെ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു. ശരിക്കും ഈ കേസിൽ ഞാൻ തീർത്തും നിരപരാധിയായിരുന്നു. എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ജയിലും ഇതെല്ലാം കാണുന്നത് തന്നെ. എത്ര നാൾ ജയിലിൽ കിടക്കേണ്ടി വന്നു? ഞാൻ 1 മാസത്തോളം കോട്ടയം ജില്ലാ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ ശരിക്കും അതിനകത്ത് കിടന്ന് അനുഭവിച്ചു, നന്നായിട്ട് അനുഭവിച്ചു. കാരണം ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. കുട്ടി ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. പിന്നീട് ഒരു കാലത്ത് ഈ കേസിന് ശേഷം ഞാൻ ഈ കേസ് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നു. അത് വൈക്കം കോടതിയിൽ നിന്ന് പിന്നെ കോട്ടയം ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റുന്നു. എനിക്ക് ജാമ്യം കിട്ടുന്നു. 1 മാസത്തിന് ശേഷം ജാമ്യം കിട്ടുന്നു. ഞാനിവിടെ എത്തുമ്പോൾ തന്നെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഞങ്ങളെ വെറുത്തു. അതിലുപരി അവിടുന്ന് പോലീസുകാർ ഓരോ ദിവസവും ഇത്
പലരുടെയും പ്രേരണയായിരുന്നു ഇതിൻ്റെ പിന്നിൽ. വീട് വന്ന് റെയ്ഡ് ചെയ്യുന്നു, സ്ഥാപനം റെയ്ഡ് ചെയ്യുന്നു, പിങ്ക് പോലീസ് വന്ന് ഓരോ കുട്ടികളെയും ഓരോരുത്തർ വിളിച്ചു ചോദിക്കുന്നു. കുട്ടികളെല്ലാം പറയുന്നു സാർ അങ്ങനെ ചെയ്യാലെന്ന് പറയുന്നു. എന്നിട്ടും അവർ പല കുട്ടികളുടെ വീടുകളിൽ പോകുന്നു. അങ്ങനെ ഇത് വലിയൊരു വിവാദമായിട്ട് ആക്കിയേക്കുമായിരുന്നു. അതോടുകൂടി ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള മതിപ്പുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ആർക്കും നമ്മളെ കാണുമ്പോൾ വളരെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നത്. ഞാൻ ജയിലിൽ കിടന്ന് അനുഭവിച്ച് ഞാനിവിടെ വരുമ്പോൾ അവിടെ നിന്ന് തീരുമാനം എടുത്ത് വരുന്ന ഇതാണ്, ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്യുക. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാനിവിടെ എത്തുകയാണ്. അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് അന്ന് എൻ്റെ ഭാര്യയും 2 കുട്ടികളെന്ന് പറയുമ്പോൾ മൂത്ത കുട്ടി അന്ന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പെൺകുട്ടി. രണ്ടാമത്തെ കുട്ടിക്ക് 7 മാസം പ്രായമുള്ളൂ. കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഓരോ ദിവസവും. അവസാനം ഞാൻ ആലോചിച്ചു, ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോയി കഴിയുമ്പോൾ പിന്നീട് ജനങ്ങളും എല്ലാവരും വീണ്ടും ഇത് തന്നെ പറയും, പുള്ളി തെറ്റ് ചെയ്തിട്ട് മരിച്ചുപോയി. പിന്നെ അയാളുടെ മക്കളായിട്ട് ബാക്കിയുള്ളവരെയും എൻ്റെ ഭാര്യേനെയും ചിത്രീകരിക്കുമല്ലോ. വീണ്ടും ഞാൻ അതിൽ നിന്ന് പിടിച്ചു നിന്നു. ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഞാൻ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ എൻ്റെ ജോലികളെല്ലാം പോയി, സ്കൂളുകൾ നഷ്ടമായി, എല്ലാം നഷ്ടമായി. പിന്നീട് ഞാൻ കൃഷിപ്പണിയുമായി വളരെ ബുദ്ധിമുട്ടി. കോടതിയിൽ പൈസ കെട്ടണം, എല്ലാം കെട്ടണം, വളരെ ശരിക്കും ബുദ്ധിമുട്ടി. പക്ഷേ ആരും നമുക്കൊരു സഹായത്തിനോ ഒരു ആശ്വാസവാക്കിന് പോലും ആരുമില്ലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട ഞാൻ പിന്നീട് ഒരു കാലത്ത് ഒരാളുടെ പ്രേരണയാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാം. അങ്ങനെ ഹൈക്കോടതിയിൽ അതിനെ കൊണ്ട് സ്റ്റേ ഇട്ടു. അന്ന് ഈ കുട്ടി കൊടുത്തിരിക്കുന്ന പരാതി ഇതായിരുന്നു, ട്രെയിനിൽ വെച്ച് പീഡിപ്പിച്ചു, ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലെ ബാത്റൂമിലിട്ട് പീഡിപ്പിച്ചു, സ്കൂളിൽ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു. കുട്ടിയായിട്ട് യാത്ര എപ്പോഴെങ്കിലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? കുട്ടിയും മാത്രമായിട്ട് ഒരിക്കലുമില്ല. 6 കുട്ടികളെ ഒന്നിച്ച് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അല്ലാതെ കുട്ടികളെ ഒറ്റയ്ക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് പരിപാടിക്കാണ് ആ കുട്ടികളെ പ്രാക്ടീസിന്, ഞാൻ പഠിപ്പിച്ച സ്ഥാപനത്തിലെ കുട്ടികളെ പ്രാക്ടീസിന് മഹാരാഷ്ട്രയിൽ വിട്ടതാണ്. അന്നാണ് കൊണ്ടുപോയത്. അങ്ങനെ അന്ന് അവർ പറയുന്നത് അങ്ങനെയല്ല, പിന്നീട് ഒരു ദിവസം കുട്ടീനെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചതായിട്ടാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ കേസ് വരികയും പിന്നീട് പോലീസ് എങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് സംഭവം ഏറ്റവും ഒടുവിലായിട്ട് എന്ന് പറഞ്ഞാൽ കേസ് കോടതിയിൽ എല്ലാ മാസവും വിളിക്കുന്നു, ഞാൻ പോകുന്നു. അവർ വാദിഭാഗമായ കാരണം അവരുടെ പ്രോസിക്യൂട്ടറാണ് ഹാജരാകുന്നത്. അങ്ങനെ വന്ന് അവസാനം ഈ കുട്ടികളുടെ ഗ്രൂപ്പ് ഇന്നും നിലനിൽപ്പുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു, എന്തിനാണ് നീ സാറിനെ അങ്ങനെ ചെയ്തത്, അത് സാറിന് ഒത്തിരി ഇത്. അപ്പോൾ അവൾ പറഞ്ഞ്, ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, കേസ് തീർന്നിട്ടില്ല എന്ന് പെൺകുട്ടികൾ പറയുന്നു. ഇപ്പോഴും ഇവരെ കൂടെ പഠിച്ച കുട്ടികൾ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് മഹാരാഷ്ട്രയായിട്ട് ബന്ധമുണ്ട്. പല പിള്ളേരെയും ജോലിക്ക് വിട്ടുകൊടുത്ത് ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ആ കുട്ടികൾ ഇവളോട് പറയുന്നു, കേസ് തീർന്നിട്ടില്ലെന്ന് പറയുന്നു. വീണ്ടും ഈ കുട്ടി വേറെ ഒരു വിവാഹം കഴിക്കുകയാണ്. ആദ്യം കൊണ്ടുപോയ ആൾ കുട്ടീനെ ഉപേക്ഷിച്ചു, രണ്ടാമത് കുട്ടി വിവാഹം കഴിച്ച് ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് കുട്ടി. അത് വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് സംഭവം പോയിരിക്കുന്നത്. അങ്ങനെ നിൽക്കുകയാണ്. കുട്ടിയുടെ വീട്ടുകാർക്കറിയാം, പക്ഷേ എന്നാലും